കുട്ടീനായിട്ട് എൻ്റെ ഉമ്മച്ചി ഇരുന്നപ്പോൾ അവർ കസേര പിടിച്ച് വാങ്ങി. കാരണം കസേരമ്മ കൈ വെച്ചിട്ട് പൊക്കി. കൊച്ചേപ്പാടി എൻ്റെ ഉമ്മച്ചി ഇരിക്കുക. എനിക്കാണ് നല്ല ദേഷ്യം വന്നിട്ട് അയാൾ കൈ തട്ടിയിട്ട് ഞാൻ പറഞ്ഞു, കസേര ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കൂല. DJ തുടങ്ങിയ കസേരയിൽ ആരും ഇരിക്കാൻ പാടില്ല എന്നാണ് അവിടുത്തെ ഒരു നിയമം. അപ്പോൾ ഈ വലിയവരൊക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കണ്ടേ. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതെടുക്കട്ടെ, നമുക്ക് എൻജോയ്മെന്റിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ DJ പാർട്ടിയൊക്കെ ആയി. പിന്നെ സാന്റാക്ലോസിനെ കണ്ടില്ലേ, പിന്നെ മാനും കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ സാന്റാക്ലോസിനെ കത്തിക്കുന്ന പരിപാടി തുടങ്ങി ഗൈസ്. പിന്നെ കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് എന്തിന് പപ്പാനിയെ കത്തിക്കുന്നു എന്ന്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. മേൻ എന്നോട് ചോദിക്കും ഇതെന്തുകൊണ്ട് കത്തിക്കുന്നു, കാരണം കൊച്ചിയിലാണല്ലോ മെയിൻ പരിപാടി ഉള്ളത്. അപ്പോൾ മേൻ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ ഇതെന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ ഡച്ചുകാരോ അങ്ങനെ എന്തോ ടിപ്പു സുൽത്താൻ്റെ അവരുടെ ഒരു ആൾക്കാർ ഉണ്ടാക്കിയൊരു സംഭവമാണെന്നോ എന്തോ കത്തിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല ഇതെന്താ സംഭവം എന്ന്. ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും പോയില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ പപ്പാന് നല്ലോണം ആളിക്കത്തി. നമ്മൾ അത്രയും ദൂരത്ത് നിന്നിട്ട് നമ്മളെ ഏറ്റവും ബാക്കിലാണ് നിന്നത്. കുഞ്ഞൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അത്രയും ബാക്കിൽ നിന്നിട്ട് പോലും നമ്മുടെ മേത്തേക്ക് ചൂട് തട്ടി. അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ പടക്കം പൊട്ടി. അങ്ങനെ അന്നത്തെ കലാശക്കൊട്ട് കഴിഞ്ഞു. 2025 നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 2025 സങ്കടമുള്ളവർക്കാണെങ്കിൽ ഈ വർഷം സന്തോഷമുള്ളതാവട്ടെ. കഴിഞ്ഞ വർഷം സന്തോഷമുള്ളവർക്ക് ഈ വർഷവും സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പെട്ടു. അത്ര തിരക്കില്ല, കൊച്ചിയിലുള്ള പോലത്തെ തിരക്കൊന്നുമില്ല. ചെറിയൊരു അഡ്വൈസ് തരാം. എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായവർ നമുക്ക് വേണ്ടപ്പെട്ടൊരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അവരെ നമ്മൾ തള്ളിക്കളഞ്ഞേക്കാം. അവരെ നമുക്ക് വേണ്ടാന്ന് വെച്ചേക്കാം. അത്ര പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാത്തവരെ നമുക്ക് വേണ്ട. ഇത് വേറൊരു അഡ്വൈസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഓക്കെ, ബൈ.